ചോദ്യം നിങ്ങളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടാണ് മതസ്മരണം നടത്തുന്നത്. നിങ്ങളിപ്പോ ഹൈറേച്ചിലുള്ള ആഘോഷിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇതിനകത്ത് ഈ ഹൈറേച്ചുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കമ്പനി ഡയറക്ടറിൽ ആരെങ്കിലും ഉണ്ടോ? ഓൾറെഡി കമ്പനിയെ വിശ്വസിച്ച് പൈസ ഏൽപ്പിച്ചു. മാധ്യമപ്രവർത്തകരാണ് കമ്പനി പൊട്ടിച്ചു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മതസ്മരണം നടത്തിയത്. മാധ്യമപ്രവർത്തകരെല്ലാം തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഹൈറേച്ച് കമ്പനി എന്ന് പറയുന്നത് ഓൾറെഡി പൊതുവായിട്ട് ഗവൺമെന്റ് കണ്ടുപിടിച്ച് ആളുള്ള ഒരു സംഭവം വന്നതിന് ശേഷമാണ് ഇത് പുറത്തു വരുന്നത്. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ആരോ കൊണ്ടുവന്ന ഒരാളോട് പരാതി കൊടുത്തതിന്റെ പേരിലാണ് നിങ്ങളുടെ കമ്പനിയെ പൊട്ടിച്ചത്. അത് ആരാണെന്ന് നിങ്ങൾ പറയുന്നില്ല. ഗവൺമെന്റ് കണ്ടുപിടിച്ചല്ലോ ഈ 16 ലക്ഷം അംഗങ്ങളിൽ നിന്ന് എന്നെ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ ആ ഒരാളെന്ന് കാണിച്ചു. ഈ ഗവൺമെന്റ് ഞങ്ങളുടെ പൈസ ഏതൊരു ബിസിനസ് കൺസെപ്റ്റിനനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അതിന് വിൽക്കാൻ പറ്റും. ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒരാളെ വാങ്ങിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് കമ്പനിക്ക് കൊടുത്ത പൈസക്ക് പർച്ചേസ് വേണ്ടി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഓൺലൈനിലൂടെ എവിടെ വിളിക്കുന്നു ആരായിട്ട് ആരാണ് നിങ്ങൾക്ക് അതാണ് കിട്ടണമെങ്കിലോ നിങ്ങളുടെ ഒടുവിലാണ് ന്യൂസ് വരുമ്പോൾ ഞങ്ങളെ കൂടി ഈ കോടതിയിൽ കേസ് നടത്തുന്നവർക്കും ഈ എംഡിന്റെ വൈഫും കാര്യങ്ങളുണ്ട്. നേരെ പിന്നെ എംഡി അറസ്റ്റിലാണ്. അതിന്റെ കാരണം എന്താ? അത് ജാമ്യം കിട്ടാത്തതിന്റെ കാരണം ഒരു സാധാ ഫോർട്ടോട്ടി കേസ് ഇത് ഹൈറിച്ച് കമ്പനി പിന്നെ ഫ്രീസ് ചെയ്തതിന് ശേഷം വന്ന കേസുകളാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഫ്രീസ് ചെയ്തതിന് ശേഷം വന്ന കേസുകളാണെങ്കിൽ പോലും ആകെ 5 കോടി രൂപയുടെ ഉള്ളൂ. 270 കോടി രൂപയുടെ അക്കൗണ്ടിലുണ്ട്. ഇനി 5 കോടി രൂപ ഏകദേശം വന്ന കേസ് തന്നെ എടുത്തു നോക്കിയാൽ അവര് അതിൽ പിന്നെ പുറത്തിട്ടുള്ളത് ഏറെ വാങ്ങിയ ആളുകളാണ്. ഇനി അതും പറയാം ഞങ്ങളതിന്റെ ജോലി ഞങ്ങൾക്ക് വരുമാനം പിന്നെ ഞങ്ങൾക്ക് വേറെ കമ്പനികളുള്ള പ്രശ്നമാണ്. ഞങ്ങളുടെ കമ്പനി തന്നെ ഞങ്ങൾക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ 16 ലക്ഷം അംഗങ്ങളെ പറ്റിക്കാൻ ആരെയാണ് പറ്റിച്ചത്? ആ ഒരാളെ നിങ്ങൾ കാണിച്ചത് ഗവൺമെന്റിനെ പറ്റിച്ചോ? അത് പറയും. പിന്നെ ആരെ പറ്റിച്ചു? എങ്ങനെ പറ്റിക്കുന്നുള്ള വാക്കുണ്ടായത്? എന്താണ് മണിച്ചത്? നിങ്ങൾ ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ അയച്ച് മണിച്ചത് എന്താ മണിച്ചത്? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് പഠിക്കണം. ഞങ്ങളുടെ ജീവിതം വെച്ചാണ് ഈ കളി. 1.5 വർഷമായി. അപ്പോ സൊസൈറ്റി ഇപ്പൊ ഞങ്ങൾ സൊസൈറ്റി ഒരുമിച്ച് നിന്ന് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്ത് അവരെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് സൊസൈറ്റിക്കുള്ളത്. പക്ഷെ കമ്പനിയിൽ നമ്മൾ വേറെ